മടി പിടിച്ച ദിവസങ്ങളിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നാടൻ രീതിയിലുള്ളൊരു കുമ്പളങ്ങ മുളക് ദോശ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടി ഞാനിതാ ഒരു വലിയൊരു കുമ്പളങ്ങയുടെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും പോർഷൻ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതിതാ ഈ ഒരു രീതിയിൽ ചെറുതാക്കിയിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും 4 പച്ചമുളക് എടുത്ത് 4 പച്ചമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കേട്ടോ. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഓരോരുത്തരും എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. പിന്നെ ഞാൻ എന്താ ഒരു 1/2 കപ്പ് തൂരപ്പരിപ്പ് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തൂരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മസൂർ ദാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നന്നായിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ, തക്കാളി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുമ്പളങ്ങ ഈ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ നന്നായിട്ട് ഇത് വേവിച്ച് ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇനി ഇതാ നമുക്കിതിലേക്ക് പൊടി എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ പൊടികളായിട്ട് ചേർക്കണുള്ളൂ കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങ ഏതാണ്ട് മുങ്ങി കിടക്കുന്ന ലെവൽ, കുമ്പളങ്ങയുടെ ആ ഒരു ഒപ്പം നിൽക്കണം കേട്ടോ. വെള്ളം ആ ഒരു ലെവലിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ കഷ്ണം വേവിക്കുമ്പോൾ തന്നെ ഈ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ 2 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്. കണ്ടില്ലേ, ഈ ഒരു ലെവലിലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് ഓൾമോസ്റ്റ് ഒക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഫുള്ളിങ്ങനെ ഉടഞ്ഞ് കലങ്ങി പോയിട്ടൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ അധികം വെന്തിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കരുവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ചും കൂടി നമുക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു കരുവേപ്പിൻ്റെ ഇലയും പച്ചവെളിച്ചെണ്ണയും ഒഴിക്കുമ്പോഴാണ് കേട്ടോ ഇതൊരു നല്ലൊരു നാടൻ ടേസ്റ്റ് വരുന്നത്. 1 ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള കുമ്പളങ്ങ മുളക് ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പനി പിടിച്ച ദിവസങ്ങളിൽ, മടി പിടിച്ച ദിവസങ്ങളിൽ, ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നാടൻ ഒഴിച്ചു കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.